ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉഴുന്നുപരിപ്പ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്കിപ്പോൾ റേഷൻ കടയിലെ കിറ്റ് വഴിക്ക് ഒത്തിരി ഉഴുന്നുപരിപ്പൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറഞ്ഞ ചേരുവകൾ കൂടെ ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി 1,00,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നിങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്കിനി റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഉഴുന്നുപരിപ്പാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊരു 3-4 മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്ത ശേഷം നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ ഊറ്റിയെടുക്കണം. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷമുള്ള അളവാണ് പറയുന്നത്. 1.5 കപ്പ് കുതിർത്ത ഉഴുന്നുപരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്നാക്സ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കൂട്ടിയൊക്കെ എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ മാത്രം ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സി വെള്ളം ഇല്ലാതെ ഇങ്ങനെ അരയാത്തൊരു സമയം വരികയാണെങ്കിൽ മാത്രം വെള്ളം ഒരല്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകാതെ ശ്രദ്ധിക്കണം. ഉഴുന്നുപരിപ്പിൽ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ശരിക്കും തയ്യാറാക്കിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ 1-2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ കണ്ടില്ലേ, നല്ല പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിനൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അരച്ചെടുത്ത സമയത്ത് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പലഹാരം ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്നൊക്കെ തോന്നും, പക്ഷേ ചേർത്ത് കൊടുക്കരുത്. നമ്മളിത് കുറച്ച് സമയം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫോർക്കോ അതല്ലെങ്കിൽ വിസ്കോ ഒക്കെ വെച്ചിട്ട് ഇതുപോലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ദോശമാവൊക്കെ കൈ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കൂലേ, അതുപോലെ ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ട് കുനുകുന അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചി എടുത്താൽ മതിയാവും കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പിലയും ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് സാമ്പാർ പൊടിയാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ പൊടി ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒക്കെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്പൂൺ വെച്ചിട്ട് കുറച്ച് സമയം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം സമയം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാം. നമ്മളിതിലേക്ക് സോഡാപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ പൊങ്ങി ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിരുന്നു. അതിവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വീർത്ത് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാവ് എടുത്തിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ചിട്ട് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ എണ്ണയിലേക്ക് കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൈയൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ. ഇനി നമുക്കിത് സാധാരണ സ്നാക്സൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം കോരി മാറ്റാം. ഒരുപാട് നേരം ഫ്രൈ ചെയ്ത് മൊരിപ്പിച്ചെടുക്കൊന്നും വേണ്ട. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഉഴുന്നുപരിപ്പൊക്കെ കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ ഞാൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു ചട്നി കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉള്ളി മുളക് പൊടിയൊക്കെ വെച്ചിട്ട് നമ്മുടെ സിമ്പിൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ഈ ഒരു റെസിപ്പിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും
റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്